ശിവഭഗവാന്റെ വാഹനമായ നന്ദി ഒരു മനുഷ്യനായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ശിലാദൻ എന്ന ബ്രാഹ്മണൻ ഒരു ദിവ്യശിശുവിനായി കഠിനമായ തപസ്സനുഷ്ഠിച്ചു. പ്രീതനായ പരമേശ്വരൻ ശിലാദന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. ശിലാദൻ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലൂടെ ജനിക്കാത്തവനും ജനനമരണങ്ങൾക്ക് അതീതനുമായ ഒരു പുത്രനെ വേണമെന്ന് അപേക്ഷിച്ചു. വരം അംഗീകരിച്ച ശിവഭഗവാൻ താൻ തന്നെ ശിലാദന് പുത്രനായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ തന്റെ യാഗശാലയിൽ നിന്നും ശിലാദന് ലഭിച്ച ആ ദിവ്യശിശുവിന് അദ്ദേഹം നന്ദി എന്ന് പേരു നൽകി. പുത്രനെ എല്ലാ വിദ്യകളും പകർന്നു നൽകി ശിലാദൻ വളർത്തി. 7-ാം വയസ്സിൽ നന്ദി എല്ലാ ശാസ്ത്രങ്ങളും അഭ്യസിച്ചു കഴിഞ്ഞിരുന്നു. ഒരിക്കൽ നന്ദിയെ കാണാനായി ശിലാദന്റെ ആശ്രമത്തിലെത്തിയ മിത്രനും വരുണനും എന്നാൽ ദുഃഖിതരായി കാണപ്പെട്ടു. കാരണം തിരക്കിയ ശിലാദനോട് അവർ നന്ദിക്ക് 8 വയസ്സിനു ശേഷം ആയുസ്സില്ല എന്ന് വെളിപ്പെടുത്തി. പിതാവിന്റെ ദുഃഖം മനസ്സിലാക്കിയ നന്ദി ശിവഭഗവാനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. ഭഗവാൻ നന്ദിക്ക് മരണമുണ്ടാകില്ലെന്നും പകുതി മനുഷ്യനായും പകുതി കാളയായും രൂപമെടുക്കാൻ സാധിക്കട്ടെ എന്നും അനുഗ്രഹിച്ചു. ഒപ്പം നന്ദിയെ തന്റെ ശിവഗണത്തിന്റെ നേതാവായും തന്റെ വാഹനമായും മാറ്റി. നന്ദി തന്റെ പിതാവിനെ പോലെ എപ്പോഴും ജപധ്യാനങ്ങളിൽ മുഴുകി ശിവഭഗവാനെ എപ്പോഴും അനുഗമിച്ചു.